ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ക്വയറീസ് വന്നിട്ടുള്ളത് ഏതാണ് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതിന് നമ്മൾ ഇതുവരെ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്തിട്ടില്ല. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴിയിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വയറിനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കിയിട്ട് വരാം. നിഫ്റ്റി നോക്കാൻ നേരത്ത് ഇന്ന് 0.29% ഒരു അപ്സൈഡ് കൂടിയിട്ടാണ് ക്ലോസിംഗ് തന്നേക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് നമുക്കിന്ന് 1.21% ഒരു അപ്സൈഡ് കൂടിയിട്ടാണ് നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇന്ന് ക്ലോസിംഗ് തന്നേക്കുന്നത്. നമ്മൾ ഇൻഡെക്സിൻ്റെ ബേസിസിൽ നോക്കാൻ നേരത്ത് നമുക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ബുള്ളിഷായിട്ട് തോന്നുമെങ്കിലും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കൗണ്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഇപ്പോൾ റണ്ണപ്പ് നടത്തുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ഒരു 100 സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ 100ൻ്റെ അകത്തുനിന്ന് ഒരു 5-6 സ്റ്റോക്കുകൾ നല്ല രീതിയിൽ അപ്പായി പോകുന്നു. ബാക്കിയൊക്കെ സൈഡ് വേസും അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ അപ് ട്രെൻഡും അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടുകൾ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഏത് സ്റ്റോക്ക് എടുത്താലും അത് അപ് ട്രെൻഡിൽ കയറി പോകുന്ന ഒരു സിനാരിയോ ഇപ്പം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ടില്ല. എനിവേ, ഈ ഒരു ട്രെൻഡ് എത്ര നാൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് പോകുന്നിടത്തോളം നോക്കാം. അതിനുശേഷം സ്റ്റോക്കുകൾ വീക്ക്നെസ് ആണ് കാണിച്ചു വയ്ക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ അകത്ത് നിങ്ങൾക്ക് ബ്രേക്ക് ഡൗണുകൾ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എക്സിറ്റ് ആയാൽ മതിയോ. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്താൽ മതി ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിലാണെങ്കിൽ. ഇനി നമുക്ക് ഇന്നത്തെ കോർ ടോപ്പിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലോട്ട് വരാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പം ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് മാർക്കറ്റിൻ്റെ അകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ടൈമിൽ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഫണ്ടുകൾ ഈ റീസെൻറ്റ് പാസിൽ ഏറ്റവും നല്ല റിട്ടേൺസ് തന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളാണ് അവർ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതായത് കഴിഞ്ഞ 1-2 വർഷത്തിൻ്റെ അകത്ത് ഏറ്റവും നല്ല റിട്ടേൺസ് തന്ന ഫണ്ടിനെയാണ് ഇവരങ്ങനെ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 1-2 വർഷത്തിൽ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് കോണ്ടിൻ്റെ പല മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല റിട്ടേൺസ് തന്ന ഫണ്ടുകളായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതേ കാര്യം തന്നെ, ഇതേ ചോദ്യം തന്നെ നമ്മളൊരു 4 വർഷം മുന്നേ, അതായത് 2020-21 ടൈമിലൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടും അതേ കണക്ക് തന്നെ SBIയുടെ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടും ഒക്കെയാണ്. ഇതേ ചോദ്യം തന്നെ കുറേ കൂടെ കാലം മുന്നേ ആണ് ചോദിച്ചിരുന്നെങ്കിൽ, 2015-16 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ചോദിച്ചിരുന്നെങ്കിൽ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള തിമാറ്റിക് ഫണ്ടുകളായിരുന്നു തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ. അതിന് മുന്നേ നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഏതൊക്കെയാണോ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല. കാലം പോകുന്നതിനനുസരിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ മാറിക്കൊണ്ടിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്ന ഈ ഒരു പദവി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ മാറി മാറി എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് വെച്ചിട്ടാണല്ലോ നമ്മൾ അതിൻ്റെ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് ആണോ അല്ലയോ എന്നുള്ള കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഓബിയസ്ലി അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏകദേശം ടോപ്പിലോട്ടായിരിക്കും. അല്ലാതെ നമുക്കൊരിക്കലും അത് ബോട്ടത്തിൽ നിൽക്കാൻ നേരത്ത്, അത് താഴത്തെ ലെവലിൽ നിൽക്കാൻ നേരത്ത്, അത് ലോഞ്ച് ചെയ്യാൻ നേരത്ത് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടെന്ന് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനി നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ജേണി എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ആൾക്കാർ പൈസ ഇടുന്നു. ആൾക്കാർ പൈസ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇവർ ഇതുകൊണ്ട് കുറേ സ്റ്റോക്കുകൾ മേടിക്കുന്നു, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ പൈസ ഇട്ട ആൾക്കാർ ഇതിൻ്റെ അകത്ത് SIP ആയിട്ടും അതല്ലെങ്കിൽ പുതുതായിട്ട് ആൾക്കാർ വരുന്നതിനനുസരിച്ച് അവരും എല്ലാം തന്നെ മന്ത്ലി എഗെയിൻ ഇതിൻ്റെ അകത്ത് പൈസ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൈസ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം അവർക്ക് നല്ല സ്റ്റോക്കാണെന്ന് തോന്നുന്ന കുറച്ച് സ്റ്റോക്കുകളിലോട്ട് അവരൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഈ പോർട്ട്ഫോളിയോയ്ക്ക് അകത്തുള്ള സ്റ്റോക്കുകളിലോട്ട് തന്നെയാണ് ഇവർ എഗെയിൻ വരുന്ന പൈസ പിന്നെയും ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാരണം തന്നെ ഈ പർട്ടിക്കുലർ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് അവരുടെ NAV എന്ന് പറയുന്നത് വളരെയധികം കൂടി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ആക്ച്വലി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ വരുന്ന ഫണ്ടായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ പൈസയും വരാൻ പോകുന്നത്. കാരണം ആൾക്കാർ നോക്കുന്നത് എന്താണ്, പാസ്റ്റിൽ ഏറ്റവും നല്ല റിട്ടേൺസ് തന്ന ഫണ്ട് ഏതെന്നാണല്ലോ ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തോട്ട് ഏറ്റവും നല്ല രീതിയിൽ റീസെൻറ്റ് പാസ്റ്റിൽ റിട്ടേൺസ് തരുന്ന ഫണ്ടിലോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ മണി ഫ്ലോയും നടക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫണ്ട് എവിടെ ലോഞ്ച് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അത് നല്ല ഫണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവത്തിലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ തിമാറ്റിക് ഫണ്ടായിട്ടുള്ള ഡിഫൻസ് ഫണ്ടുകളൊക്കെ നോക്കുക, അതൊക്കെ ലോഞ്ച് ചെയ്യുന്നത് ഡിഫൻസ് സെക്ടറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് ഇത് ലോഞ്ച് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് 1 വർഷം കഴിയാൻ നേരത്ത് ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് താഴെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയ പൈസ കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരിക്കലും തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫണ്ടായിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് അറിയപ്പെടുന്നതുമല്ല.
പക്ഷേ അതേ സമയത്ത് മാർക്കറ്റ് സൈക്കിളിൻ്റെ ഒരു ബോട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഏത് ഫണ്ട് ലോഞ്ച് ചെയ്താലും ആ ഫണ്ട് ആ മാർക്കറ്റ് സൈക്കിളിൻ്റെ ബോട്ടത്തിൽ വെച്ച് അത് കുഴപ്പമില്ലാത്ത സ്റ്റോക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ലാത്ത സ്റ്റോക്കുകൾ അത്യാവശ്യം ഒന്ന് പെർഫോം ചെയ്ത് കയറുന്നതിനനുസരിച്ച് ഇവരുടെ NAV നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും. അവർക്ക് റീസെൻറ്റ് പാസ്റ്റിൻ്റെ അകത്ത് കുറച്ച് റിട്ടേൺസ് കാഴ്ചവെക്കാൻ പറ്റുന്നതായിരിക്കും. മാർക്കറ്റ് കൂടെ ഇവർക്ക് സപ്പോർട്ടീവ് ആയതുകൊണ്ട്, മാർക്കറ്റ് മൊത്തത്തിൽ ബുള്ളിഷ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് മൊമെൻറ്റും നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ അകത്ത് കാണാൻ പറ്റും, അവരുടെ സ്റ്റോക്കുകളുടെ അകത്ത് കാണാൻ പറ്റും. അത് പോരാഞ്ഞിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന പൈസ കൂടുതൽ മാർക്കറ്റിൻ്റെ അകത്ത് വരുന്നതിനനുസരിച്ചിട്ട് അവിടെ നമുക്കൊരു എക്സ്ട്രാ മൊമെൻറ്റവും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ സമീപിക്കേണ്ടത്. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ, മാർക്കറ്റ് സൈക്കിളിൽ നമ്മൾ എവിടെയാണെന്ന് നോക്കുക. നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ആ സമയത്ത് റീസെൻറ്റ് ടൈമിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫണ്ടിൻ്റെ അകത്ത് നമുക്ക് പൊസിഷൻ എടുത്താൽ മതി. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരുപാട് തലപോഞ്ഞ് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തിമാറ്റിക് ഫണ്ടായിരിക്കാൻ വേണ്ടി പാടില്ല. ഏതെങ്കിലും ഒരു എന്താ പറയുക, വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടായിരിക്കണം, കുറച്ച് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയാ. അത് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ആ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ഫണ്ട് അതിൻ്റെ അകത്തോട്ട് വരുന്നതായിരിക്കും. ഇനി ഈ പർട്ടിക്കുലർ ഫണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് മേടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലെന്താണ്, ഇതെന്ന് പറയുന്നത് അടുത്ത 10 വർഷം 15 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിയർ ടൈമിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നതായിരിക്കും. അതായത് കറണ്ട് മാർക്കറ്റ് സൈക്കിളിൻ്റെ ഇത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് ഇടിയാൻ നേരത്ത്, ബെയർ മാർക്കറ്റ് വരാൻ നേരത്ത് ഈ ഫണ്ടും കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. എഗെയിൻ തിരിച്ച് ഫണ്ട് മേലിലോട്ട് കയറുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മേലിലോട്ട് കയറി തുടങ്ങുമ്പോഴത്തേക്കും ഫണ്ടും തിരിച്ച് റിവേഴ്സ് ചെയ്ത് മേലിലോട്ട് കയറി തുടങ്ങും. പക്ഷേ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഫണ്ട് എന്ന് പറയുന്ന പദവി വേറെ ഏതെങ്കിലും ഫണ്ടിന് പോകുന്നതായിരിക്കും. ആ സമയത്ത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു ഫണ്ടിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റോക്കുകളായിരിക്കും പിന്നീട് പെർഫോം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ റിട്ടേൺസ് എന്ന് പറയുന്നത് പിന്നെ കോമ്പൗണ്ട് റിട്ടേൺസ് മാത്രമായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് 30-35% ഒന്നും റിട്ടേൺസ് കിട്ടത്തില്ല. നമുക്ക് ബിലോ 20 അല്ലെങ്കിൽ 22, മാക്സിമം ഒക്കെയാണ് ഈ 22% എന്നൊക്കെ പറയുന്നത്. ഒരു 18% ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 18-22% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം അതിൻ്റെ അടുത്ത മാർക്കറ്റ് സൈക്കിൾ വരാൻ നേരത്തെ എഗെയിൻ നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ടുള്ള മണി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഫണ്ടിൻ്റെ മൊത്തം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും ഓരോ പ്രാവശ്യം ഓരോ മാർക്കറ്റ് സൈക്കിളുകൾ കഴിയാൻ നേരത്തും. അപ്പോൾ ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഒരുപാടധികം കൂടി വരുമ്പോഴത്തേക്കും പിന്നെ ആ ഫണ്ടിന് ചെറിയ സ്റ്റോക്കുകളുടെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യാനും അതിനൊന്നും പറ്റത്തില്ല. കാരണം അവരുടെ അത്ര കണ്ട് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് ഇരിക്കുന്നത്. ആ ക്യാപിറ്റൽ വെച്ചിട്ട് അവർക്ക് സ്മോൾ ക്യാപ് ടൈപ്പ് സ്റ്റോക്കുകളുടെ അകത്ത് അഗ്രസീവായിട്ട് പൊസിഷൻസ് കാര്യങ്ങളൊന്നും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ അവർക്ക് മിഡ് ക്യാപ്പോ അതല്ലെങ്കിൽ ലാർജ് ക്യാപ് ടൈപ്പ് സ്റ്റോക്കുകളിലോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ തന്നെ ആ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ലോങ്ങർ ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്ത് മുന്നോട്ട് കുറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ടിൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ തിയറി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ മാത്രമല്ല, നമുക്ക് ഇൻഡെക്സ് ETF-കളിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പർട്ടിക്കുലർ തിയറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു തിയറി ഉപയോഗിച്ച് നിങ്ങൾ പൊസിഷൻസ് ജസ്റ്റ് ബിൽഡ് ചെയ്താൽ മതിയാവും. അവിടെ ഫണ്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളെപ്പോഴും പറയുന്നതാണ് സ്റ്റോക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, പോർട്ട്ഫോളിയോക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പോലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്തോ ഇൻഡെക്സിൻ്റെ അകത്തോ ആണ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫണ്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് സൈക്കിളിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് സൈക്കിളിൻ്റെ അകത്ത് കൃത്യമായിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒരു പ്രീവിയസ് ഹിസ്റ്ററിയുടെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. നമുക്കിവിടെ ചാർട്ടിൽ ഇപ്പം കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ലോങ് ടൈം ചാർട്ടാണ്. ഈ നിഫ്റ്റിയുടെ ലോങ് ടൈം ചാർട്ടിൽ നിങ്ങൾ നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അകത്ത് ബെയർ മാർക്കറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നോർമലി ഒരു 9 മാസം മുതൽ 12 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു ആവറേജ് പറയുന്നതാണ്, ചിലപ്പോൾ 1-2 മാസം മുന്നോട്ടോ പിന്നിലോട്ടൊക്കെ പോകാം. എന്നിട്ട് നല്ലൊരു ആവറേജ് നോക്കാൻ നേരത്ത് 9 മുതൽ 12 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലായാലും ഗ്ലോബൽ മാർക്കറ്റിലായാലും ബെയർ മാർക്കറ്റ് നടക്കുന്നത്. ഇതിനെക്കാട്ടിയും വലിയ ബെയർ മാർക്കറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗ്രേറ്റ് ഡിപ്രഷൻ പോലെയുള്ള ടൈമിലൊക്കെ വളരെ വലിയ 10 വർഷമൊക്കെ നീണ്ട ബെയർ മാർക്കറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്കണോമിക് സിനാരിയോയിൽ അത്ര കണ്ട് നീണ്ട ബെയർ മാർക്കറ്റുകൾ നമുക്ക് ഉണ്ടാകത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറേ അധികം നാളായിട്ട് പെർഫോം ചെയ്യാതിരിക്കുകയാണെങ്കിൽ എക്കണോമി മോശമാവുന്നതായിരിക്കും. എക്കണോമി മോശമാവുന്നതിനനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരികയോ അതല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് മണി മറ്റ് പല രീതികളിലും സപ്ലൈ കൊണ്ടുവരുന്ന രീതിയിലുള്ള പോളിസീസ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് വരികയും അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്ത് മേലിലോട്ട് കയറി പോവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്തെ മാക്സിമം നമ്മുടെ ഒരു ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് 1 വർഷം വരെയൊക്കെ ആയിരിക്കും നീണ്ടു നിൽക്കുന്നത്. ഓക്കെ, ഒരു 9 മാസം മുതൽ 12 മാസം വരെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റായിട്ട് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കുക. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഒരു 9 മാസമായിട്ട് നമുക്ക് റിട്ടേൺസ് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50യുടെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ ഒരു 9 മാസമായിട്ട് അതിൻ്റെ അകത്ത് വലിയ റിട്ടേൺസ് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ബൈയിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ഇൻഡെക്സിൻ്റെ അകത്തായാലും മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്തായാലും നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്കുകളിലല്ല പൊസിഷൻസ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ ഇൻഡെക്സോ അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ആണ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഈ പർട്ടിക്കുലർ ടൈമിൽ നമ്മളങ്ങ് പൊസിഷൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങിയത് കഴിഞ്ഞ ഒരു 9 മാസമായിട്ട് നമുക്ക് എന്താ പറയുക മാർക്കറ്റിൻ്റെ അകത്ത് വലിയ റിട്ടേൺസ് കാര്യങ്ങൾ
കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങുക. പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ നേരത്തെ വൺ ഗോയിൽ ബിൽഡ് ചെയ്യണമെന്നില്ല, 1 2 3 മാസമായിട്ട് പതുക്കെ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ആ ബെയർ മാർക്കറ്റ് തീരുന്നതായിരിക്കും, അടുത്ത സ്റ്റോക്കുകൾ എമർജ് ചെയ്ത് വരുന്നതായിരിക്കും. സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇൻഡെക്സ് ആണെങ്കിൽ ഏകദേശം സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രീവിയസ്ലി ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഏകദേശം 2021 ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ടോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നത് 2022 ജൂണിലാണ്. ഏകദേശം ഒരു 9 മാസത്തെ ഒരു ബെയർ മാർക്കറ്റ്. ഈ 9 മാസം, അതായത് കഴിഞ്ഞൊരു 9 മാസമായിട്ട് എപ്പോൾ നമുക്ക് നിഫ്റ്റി റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല എന്ന് തോന്നുകയാണ്. അതിൻ്റെ അവിടെ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, അവിടെ ഒരു 1 2 മാസം കൊണ്ട് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്തോ അതല്ലെങ്കിൽ എന്താ പറയുക ഇൻഡെക്സിൻ്റെ അകത്തോ പൊസിഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് റിട്ടേൺസ് കഴിഞ്ഞ ഈ ഒരു 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കുക, ഇൻഡെക്സ് തന്നെ ഏകദേശം 60% റിട്ടേൺസ് തന്നിട്ടുണ്ട്. നമ്മൾ നോർമലി പറയുന്നത് എത്രയാണ്, ഇൻഡെക്സിൻ്റെ ആവറേജ് റിട്ടേൺസ് എത്രയാണ് നമ്മൾ പറയുന്നത്, 14% പറയുന്നത്, അല്ലെങ്കിൽ 12 മുതൽ 16% വരെയാണ് നമ്മൾ ആവറേജ് ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കുക, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇൻഡെക്സ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്ത് പോയേക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻഡെക്സിൻ്റെ ലോങ് ടേം CAGR പറയുമ്പോഴത്തേക്കും ഈ ഇടയിൽ വരുന്ന ബെയർ മാർക്കറ്റ് കൂടെ കൗണ്ട് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് നമ്മുടെ നിഫ്റ്റിയുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതേ സമയത്ത് മാർക്കറ്റ് സൈക്കിൾ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, ഏകദേശം 9 മാസത്തെ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം നമ്മൾ പൊസിഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇനി ഇതേ സിറ്റുവേഷൻ തന്നെ നമ്മൾ 2018 നോക്കുക. 2018 ഓഗസ്റ്റിൽ മാർക്കറ്റ് പീക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് 2019 സെപ്റ്റംബറിലാണ് മാർക്കറ്റ് അടുത്തൊരു ബുള്ളിഷ് മൊമെൻ്റ് തരുന്നത്. നിർമ്മല സീതാരാമൻ ക്യാൻഡിൽ വന്നതിന് ശേഷം അന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 5% അപ്പായിട്ടാണ് നമ്മുടെ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റീസൺ എല്ലാവർക്കും അറിയാം, നമ്മുടെ എന്താ പറയുക കോർപ്പറേറ്റ് ടാക്സ് റേറ്റിൽ കട്ട് കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ അന്നാണ് ആ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറി എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 9 മാസമായിട്ട് ഇവിടെ ഇതിപ്പോൾ ഒരു കറക്റ്റ് 12 മാസത്തെ ഉണ്ടായിരുന്നു ഈ ഒരു ബെയർ മാർക്കറ്റ്. നമ്മളിവിടെയും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 മാസമൊക്കെ ആയിട്ട് മാർക്കറ്റ് റിട്ടേൺസ് തന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തൊരു 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് നമ്മുടെ പൊസിഷൻസ് മൊത്തം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആവാനുള്ള ടൈം ആവുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു 3-4 മാസം കൂടെ എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല, കാരണം നമ്മൾ എടുക്കുന്നത് മാർക്കറ്റിൻ്റെ ഏകദേശം ബോട്ടത്തിലാണ് നമ്മൾ പൊസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കാൻ നേരത്ത് നമുക്ക് കൊറോണ ക്രാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു മേജർ ആയിട്ടുള്ളൊരു ഇവൻറ്റ് നടന്ന് കൊറോണ പോലത്തെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്, നമുക്കൊരു ക്രാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ക്രാഷിൻ്റെ അകത്ത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം റിക്കവർ ചെയ്ത് അത്ര കണ്ട് വലിയൊരു ഇവൻ്റ് ആയിരുന്നിട്ട് പോലും മാർക്കറ്റ് അതിനെ റിക്കവർ ചെയ്ത് തിരിച്ച് ആ ഒരു ബുൾ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് കാരണം എന്താണ്, കഴിഞ്ഞ 2018 തൊട്ടേ മാർക്കറ്റ് വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു ഇവൻറ്റ് കിട്ടിയോണ്ടാണ് മാർക്കറ്റ് അതിനെ പെട്ടെന്ന് എന്താ പറയുക ഡിസ്കൗണ്ട് ചെയ്തിട്ട് തിരിച്ച് മേലിലോട്ട് കയറി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ നമ്മൾ ഈ 12 മാസത്തിന് ശേഷം നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്തു, അതിനുശേഷം ഒരു വലിയ ഇവൻറ്റ് വന്നാൽ പോലും മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് ഫാസ്റ്റായിട്ട് തന്നെ മേലിലോട്ട് കയറി വരുന്നതായിരിക്കും എന്ന് നമുക്ക് ഈ ഒരു എന്താ പറയുക ഹിസ്റ്റോറിക്കൽ ഡേറ്റയോടെ നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്നതാണ്. ഇനി ഇതിൻ്റെ പിറകിലോട്ട് നമ്മൾ പോകാൻ നേരത്ത് ഏകദേശം 2015 നോക്കാൻ നേരത്ത് 2015 ഫെബ്രുവരി മുതൽ 2016 ഫെബ്രുവരി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബെയർ മാർക്കറ്റ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയും നമുക്ക് സെയിം ഒരു 9 മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ഇൻഡെക്സിൻ്റെ അകത്തോ മ്യൂച്വൽ ഫണ്ടുകളുടെ അകത്തോ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് വയ്ക്കുക. ഏതെങ്കിലും പുതുതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന ഫണ്ടുകൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ടൈപ്പ് ഫണ്ടുകളാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, അതിൻ്റെ അകത്തായിരിക്കും അത്യാവശ്യം മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരുടെ എല്ലാം ഫണ്ട് ഫേമസ് ആവുന്നതായിരിക്കും. മാത്രമല്ല അത് പുതുതായിട്ട് ലോഞ്ച് ചെയ്തതായതുകൊണ്ട് അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഫണ്ടിൻ്റെ അകത്ത് നമുക്ക് ഹെവി ആയിട്ടുള്ള ഗ്രോത്ത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെയിം തിയറി തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനിയും നമ്മൾ പിന്നിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2010 മുതൽ 2010 കറക്റ്റ് പറയുകയാണെങ്കിൽ നവംബർ മുതൽ 2011 നവംബർ ഡിസംബർ സ്റ്റാർട്ടിങ് വരെയുള്ള ടൈം നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 12 മാസത്തെ ഒരു ബെയർ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ 12 മാസത്തിൻ്റെ അതായത് ഒരു 9 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും തൊട്ട് നമ്മൾ 2-3 മാസം കൊണ്ട് നമ്മൾ അഗൈൻ പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് അടുത്ത് നമുക്ക് നിയർ ടൈമിൽ കിട്ടുമായിരുന്നു. ഇനി ഇതേ കണക്ക് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് നടന്ന സമയത്ത് അതായത് 2008 നമ്മൾ നോക്കാൻ നേരത്തും 2008 ജനുവരി മുതൽ 2008 ഒക്ടോബർ വരെയാണ് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് 9 മാസത്തെ ബെയർ മാർക്കറ്റാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ 9 മാസത്തിൻ്റെ ശേഷം നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ അവിടെ ഒരു 2-3 മാസം കൊണ്ട് നമ്മൾ നമ്മുടെ പൈസ മൊത്തം ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു അപ് ട്രെൻഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഇവിടെ ഏകദേശം ക്യാപിറ്റലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിളിന് മേലോട്ട് പോവുകയാണ്, ഈവൻ ദോ ഇൻഡെക്സിൻ്റെ അകത്ത് മാത്രം നമ്മൾ പൊസിഷൻസ് മേക്ക് ചെയ്തിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ
ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് സൈക്കിളുകൾ ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ട് നമുക്കിതൊക്കെ കൃത്യം എക്സാക്റ്റ് ഡേ ടു ഡേ ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ ഏകദേശം ഐഡിയ വെച്ചിട്ട് നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് മതിയാവും നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതേ കണക്കിന് ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് നമുക്കൊരു നമ്മൾ എഗെയിൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ SIP ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം കേട്ടോ. അതായത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടം നമ്മൾ കണ്ടുപിടിച്ച് ആ ബോട്ടത്തിൽ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്തു, നല്ല രീതിയിൽ അഗ്രസീവായിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ചെയ്തു. പക്ഷേ എഗെയിൻ നമ്മുടെ ഒരു പൈസ വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മൾ SIP കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ആൻഡ് ആ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിന് ശേഷം ഒരു 2-2.5 വർഷം ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ SIP ചെയ്യേണ്ടതില്ല. പിന്നെ നമ്മൾ SIP നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തുക, പിന്നെ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ട് മാത്രം നമ്മൾ റൈഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയാവും. അതിനുശേഷം നമ്മൾ അടുത്ത് ബെയർ മാർക്കറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത്രയും നാൾ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ SIP ആയിട്ട് നമ്മൾ മാസം നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എമൗണ്ട് നമ്മൾ വല്ല RDയിലോ കാര്യങ്ങളിലൊക്കെ ഇട്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ നമ്മൾ എഗെയിൻ നമ്മുടെ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്താൽ വേണ്ടി മതിയാവും. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അതിന് രണ്ടാമത് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ സെയിം ഫണ്ടിൽ തന്നെ ചെയ്യണോ അതേ വേറൊരു പുതിയ ഈ ഫണ്ടിലുള്ള പൊസിഷൻ മൊത്തം വിറ്റിട്ട് പുതിയൊരു ഫണ്ടിൽ ചെയ്യണോ എന്നുള്ളതൊക്കെ തന്നെ പേഴ്സണലായിട്ടുള്ള ഡിസിഷൻസ് ആണ്. കാരണം അത് ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അനുസരിച്ചിട്ട് വ്യത്യാസം വന്നിരിക്കും. വലിയൊരു ക്യാപിറ്റലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇട്ടത്, ആൻഡ് ആ മ്യൂച്വൽ ഫണ്ട് ഒരു ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിലാണ് നമ്മൾ ഇട്ടത്. ഇപ്പോൾ അതിനെക്കാട്ടിയും വലിയൊരു ക്യാപിറ്റലായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആ ക്യാപിറ്റൽ അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അടുത്തൊരു മ്യൂച്വൽ ഫണ്ട് തപ്പി പോകുക എന്ന് പറയുന്നത് ഒരു റിസ്ക്കാണ്. കാരണം നമ്മളിപ്പോൾ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും നമ്മുടെ ക്യാപിറ്റലും വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കോമ്പൗണ്ടിങ്ങിൻ്റെ അകത്ത് വരുന്ന CAGR പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കുറഞ്ഞു തന്നെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നീട് അതിൻ്റെ അകത്തോട് ഒരുപാട് ടിങ്കറിങ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ നമ്മുടെ അടുത്ത SIP അല്ലെങ്കിൽ അതെല്ലാം തന്നെ ഒരു ബൾക്കായിട്ട് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇൻഡെക്സിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഇത് വളരെയധികം ആപ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇൻഡെക്സിൻ്റെ അകത്ത് ഈ രീതിയിലൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻഡെക്സിൻ്റെ അകത്ത് നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ മാസവും കണ്ണും അടച്ചുകൊണ്ട് നമ്മൾ ഇൻഡെക്സിൻ്റെ അകത്ത് നിഫ്റ്റി ബീസിൻ്റെ അകത്തോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഗോൾഡ് ബീസിൻ്റെ സൈക്കിളിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണക്ക് നമ്മൾ കണ്ണും അടച്ചുകൊണ്ട് എല്ലാ മാസവും ഇങ്ങനെ പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ വെൽത്തിയൊന്നും ആകത്തില്ല. നമ്മൾ മാർക്കറ്റ് സൈക്കിളുകളിലൂടെ ഏകദേശം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ത്തില്ല. പക്ഷേ നമ്മളിതിൻ്റെ അകത്ത് കവർ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഗ്രോത്ത് ട്രാപ്പിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കവർ ചെയ്യാത്തത്. അങ്ങനെ ഒരു ഗ്രോത്ത് ട്രാപ്പിലോട്ട് പോവുകയാണ്. അതായത് ഈ 30 വർഷമൊക്കെ ജാപ്പനീസ് ഇൻഡെക്സ് ഒക്കെ പെർഫോം ചെയ്യാതെ സൈഡ് വേസും ഡൗൺഫോളും ഒക്കെ പോയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചൈനീസ് ഇൻഡെക്സ് നോക്കുക, അതൊന്നും തന്നെ പെർഫോം ചെയ്യാതെ 10-13 വർഷമായിട്ട് കിടക്കുകയല്ലേ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് രാജ്യം ഗ്രോത്ത് ട്രാപ്പിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നടക്കുന്നത്. ഈ ഗ്രോത്ത് ട്രാപ്പിലോട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ എക്സ്ട്രീം വാല്യുവേഷൻസിലോട്ട് ഇൻഡെക്സുകൾ എത്തുക എന്ന് പറയുന്ന സിനാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനാരിയോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കാം. ആ സമയത്ത് നമ്മൾ ഫുള്ളി ഈ സ്റ്റോക്കുകളിൽ നിന്ന് എന്താ പറയുക ഇൻഡെക്സുകളിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഏതൊരു ബെയർ മാർക്കറ്റിൻ്റെ അകത്തായാലും ആ സമയത്തും ഒരു ബുൾ റൺ നടക്കുന്ന ഏതെങ്കിലും ഒരു സെക്ടറോ സ്റ്റോക്കോ ഒക്കെ തന്നെ ആ സമയത്ത് മാർക്കറ്റിൻ്റെ അകത്തുണ്ടായിരിക്കും. ആൻഡ് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അത് മറ്റൊരു വീഡിയോകളുടെ ടോപ്പിക്കാണ്, അതിന് നമുക്ക് പിന്നീട് കവർ ചെയ്യാം. എനിവേ ഇന്നീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ കണക്കിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് മേക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് നാളെ രാത്രി 8:30-ക്കായിരിക്കും. അപ്പോൾ എല്ലാ മെമ്പേഴ്സും മാക്സിമം ലൈവായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനെനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് മാക്സിമം കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.